യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു. പത്രോസ് പാറയാണെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഉറച്ച തീരുമാനം ഒരിക്കലും എടുത്തിട്ടില്ല. ഈ അവസാനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു ഉറച്ച തീരുമാനമെടുക്കാതെ, അതായത് തീരുമാനങ്ങളിൽ ചാഞ്ചാട്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. വികാരത്തിൻ്റെ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും എടുത്തു ചാടി കാര്യങ്ങൾ പറയുന്ന ഒരു പ്രവണത. ചാഞ്ചാട്ടത്തിൻ്റെ മനുഷ്യനായിരുന്ന ആ ആളെ ഉറച്ച തീരുമാനങ്ങളിലേക്ക്, ഉറച്ച ബോധ്യങ്ങളിലേക്ക് ഈശോ കൊണ്ടുവരികയാണ്. ചില മനുഷ്യരുണ്ട്, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയാകാതെ പ്രാർത്ഥനയെ ദൈവമാക്കുന്നവർ. ഒന്ന് ശ്രദ്ധിച്ചു. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയാകാതെ പ്രാർത്ഥനയെ ദൈവമാക്കുന്നവർ, അത് ദോഷം. പ്രാർത്ഥിച്ച് ഒത്തിരി കൊന്ത ചൊല്ലി ഒക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അതിലങ്ങ് അടിമപ്പെട്ട് മറ്റൊന്നും കാണാൻ സാധിക്കാതെ, ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളൊന്നും കാണാൻ സാധിക്കാത്ത രീതിയിൽ അങ്ങനെ പോകുന്നു. പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആവശ്യമാണ്, വേണ്ടെന്നല്ല പറയുന്നത്. പത്രോസ് ഈശോയോട് വേറൊന്നും പറയാൻ സാധിക്കാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന ഒരു സവിശേഷ അവസ്ഥയിലേക്ക് ആക്കി മാറ്റുകയായിരുന്നു എന്ന്, തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക്. ആ ഒരു സമർപ്പണമാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്കൊക്കെ ഇപ്പോഴുണ്ടായിരുന്നു.